നമ്മുടെ ബാംഗ്ലൂരിലെ 3rd ഡേ ആണ്. ശാലുവിന് ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്ന എന്താണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂർ പോയതിൻ്റെ 2 പാർട്സ് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3rd പാർട്ട് കുറേ നാളായിട്ട് ഞങ്ങളുടെ ഗാലറിയിൽ കിടപ്പുണ്ട്. ഞങ്ങൾ ഡിസംബർ 7th 6th എന്തോ പോയതാ ബാംഗ്ലൂർ ട്രിപ്പ്, ഞങ്ങളുടെ ആനിവേഴ്സറി സമയത്ത്. പക്ഷെ അത് ഇത്രയും നാളായിട്ട് ഇടാൻ പറ്റിയില്ല. ഇന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒയ ബാംഗ്ലൂരിലെയാണ്. നമ്മളതിനകത്ത് കയറുമ്പോൾ തൊട്ട് നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തിയുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ബാംഗ്ലൂരിലെ 3rd ഡേ ആണ്. നമ്മളിന്ന് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഗേറ്റ് വേ ട്രാൻസിറ്റ് ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇന്നലെ രാത്രി തൊട്ടുണ്ടായിരുന്നു. ആദ്യം ഫ്ലൈറ്റ് എത്ര മണിക്കായിരുന്നു? 1:30 എന്തോ ആയിരുന്നു. 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അത് ആദ്യം 1:30 കാണിച്ചു, പിന്നെ ഇപ്പൊ 4 മണി കാണിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇവിടെ തന്നെ കുറച്ച് നേരം നിൽക്കണ്ട. നമ്മളല്ലെങ്കിൽ 10 മണിക്ക് ഇറങ്ങാമായിരുന്നു. അതുകൊണ്ട് അവിടെ ഇൻഡിഗോ ഒക്കെ കിടക്കുന്നത് കാണാൻ പറ്റി. കാണിച്ചു തരാവേ. അവിടെ കിടന്ന ഫ്ലൈറ്റ് ഇപ്പോൾ പോയി, അടുത്ത സ്ഥലത്തേക്ക് പോയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക്, ബാംഗ്ലൂരിൻ്റെ വേറെ ഒരു ദിക്കിൽ തന്നെ എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് സ്റ്റേ എടുക്കുക. ഫ്ലൈറ്റിൽ പോകുന്നവർ എയർപോർട്ടിൻ്റെ അടുത്ത് സ്റ്റേ വേണമെങ്കിൽ ഈ ഗേറ്റ് വേ ട്രാൻസിറ്റ് തന്നെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഡീസൻറ്റ് റൂം. ഗൈസ്, ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. എയർപോർട്ടിന് തൊട്ടടുത്താണ്. നല്ല ഹോട്ടലാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഹോട്ടല്. തൊട്ടടുത്താണ് എയർപോർട്ട്. ഗേറ്റ് വേ ട്രാൻസിറ്റ് ഹോട്ടൽ. മെയിനായിട്ട് എയർപോർട്ടിൽ പോകാനുള്ളവർ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ വേറെ നന്ദി ഹിൽസ് ഉണ്ട് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് എന്തോ. അത് ഏർലി മോർണിംഗ് പോയാൽ അടിപൊളിയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം. ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെരി കൺവീനിയൻറ്റ് ടു ട്രാവലേഴ്സ് ആണ്. അതായത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഹോട്ടൽ. നല്ല ക്ലീൻ റൂമും കാര്യങ്ങളുമാണ്. അപ്പം നിങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റേ ചെയ്യാൻ. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി എയർപോർട്ട് എത്തി. അപ്പം എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഭയങ്കരമായിട്ട് പച്ചപ്പുള്ളൊരു എയർപോർട്ടില്ല, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഇൻ്റർനാഷണൽ ആയിരുന്നു. നമ്മൾ പോയതൊക്കെ ഡൊമസ്റ്റിക്കിലായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഡേ ഇപ്പോൾ ഭയങ്കരമായിട്ട് മടുത്തായിരുന്നു. കാരണം കോൾഡ് കൂടിയിട്ട് മടുത്തൊന്നല്ല, ആക്ച്വലി ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്കായി. കോൾഡ് സീനായിട്ട് ഒരു രക്ഷയില്ല. ഞാനത് മൈൻഡ് ചെയ്യാതെ എല്ലായിടത്തും കറങ്ങി നടക്കുകയും ചെയ്തു. അങ്ങനെ ഫൈനലി ഭയങ്കര ബുദ്ധിമുട്ടായി. ഷിഫാന പനിയായിട്ട് തളർന്നിരിക്കുക. നമ്മൾ ആകാശ് എയറിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ ബാക്ക് ടു കൊച്ചി പോണേ. നമുക്ക് 4:15 ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിനി ഉള്ളിലേക്ക് പോകാൻ പോവാം. നമ്മൾ വിൻഡോ സീറ്റ് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. ഒരു പാവം ചേട്ടനാണ് നമുക്ക് വിൻഡോ സീറ്റ് ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ. പ്ലീസ് നോട്ട്, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഹെൽത്ത് വയ്യാതാവുകയാണെങ്കിൽ നമ്മൾ വയ്യാതാവുന്ന രീതിയിൽ ഇരിക്കണം. അതായത് കൂടുതൽ ട്രാവൽ ചെയ്യാൻ, കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ നോക്കല്ലേ. നമ്മുടെ ഹെൽത്ത് ഭയങ്കര ബാഡാവും. നമ്മൾ ബാംഗ്ലൂർ വന്നപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്ന ഒരു ഭക്ഷണം എന്താ വെച്ചാൽ KFC. കുറച്ച് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് മാത്രം നമുക്ക് ടെൻഷനില്ലല്ലോ. ഹെൽത്തിന് ബാഡ് ആണ് ലോങ് ടേമിലേക്ക്. പക്ഷേ പുറത്തൊരു സ്ഥലത്ത് വരുമ്പോൾ കഴിക്കാൻ നല്ലത് അത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പണി കിട്ടിയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് KFC കഴിച്ചിട്ട് ഭയങ്കര ബാഡായിരുന്നു ചിക്കൻ. എന്നിട്ട് ഞങ്ങൾ അവരോട് പറയുകയും ചെയ്ത് അവർ ക്യാഷും റീഫണ്ട് ചെയ്തായിരുന്നു. നാട്ടിലൊരു നോർമൽ കോഫിക്ക് എത്ര രൂപയാ? ഇവിടെയോ? 242. സിമ്പിൾ, ഭയങ്കര കുറവാ.
അങ്ങനെ നമുക്ക് 240 രൂപയുടെ കോഫി കിട്ടി. ക്യാപ്പുച്ചിനോ. ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ്, അതും ഫസ്റ്റത്തെ ദിവസം നമ്മൾ സ്ലീപ്പറിൽ വന്നില്ലേ, അന്നാണ് ആദ്യമായിട്ട്. അന്ന് നമ്മൾ മേലാണല്ലോ കിടന്നത്. അപ്പം കറക്റ്റ് AC നമ്മുടെ മുഖത്തേക്ക് അടിക്കണം, മൂക്കിലേക്ക്. അപ്പോൾ അജുക്കട അടച്ച് വെച്ചു. എനിക്ക് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാനത് ഓപ്പണാക്കി വെച്ചു. അപ്പം രാവിലെ എഴുന്നേച്ചപ്പം ബ്രീത്ത് ചെയ്യാൻ പോലെ പറ്റുന്നില്ല, അതുപോലെ മൂക്കടഞ്ഞു പോയി. പിന്നെ നമ്മൾ ട്രിപ്പ് വന്നായിട്ട് അതൊന്നും കെയർ ചെയ്യാതെ ഞാൻ കണ്ട സ്ട്രീറ്റ് വഴിയും അവിടെയിലേക്കൂടെയൊക്കെ ചുമ്മാ കറങ്ങി നടന്നു. അതുകൊണ്ട് അത് ടോൺസിലായി. ഇപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ മറക്കും. സാധാരണ നമ്മൾ വരുമ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കാണുമായിരുന്നു. കുറേ തപ്പി, ആരും കണ്ടില്ല. മലയാളികൾ തന്നെ കുറവായിരുന്നു. അങ്ങനെ 2-ലാണ് നമ്മൾ റീലൊക്കെ കാണുന്ന ആ പച്ചപ്പും ഊഷ്മളതയൊക്കെ ഉള്ളത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ഷോപ്സ് ഉണ്ട്, കത്ത് റേറ്റിലുള്ള, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് പറ്റിയ ചുക്ക 28 നമുക്ക് ബോർഡിംഗ് പാസിനകത്ത് 28 ഗേറ്റ് നമ്പർ. ആദ്യം ഫ്ലൈറ്റിലാകായി, പിന്നെ അത് കഴിഞ്ഞ് ഗേറ്റ് ചേഞ്ച് ചെയ്തു. നമുക്ക് നോക്കാം. ഇവര് വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ്. ഇൻഡിഗോയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ ഫ്ലൈറ്റിനും തന്നെ ഡിലേ എന്ന് പറഞ്ഞാൽ 2 minutes.